പോസ്റ്റിൽ എല്ലാ സെന്റൻസിലും എലിപ്സിസ് വന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് എഴുതിയതാകാൻ വളരെയധികം സാധ്യതയുള്ള ഒരു പോസ്റ്റ് ആണിത്. ബോധ്യപ്പെട്ടപ്പോ തന്നെ ഞാൻ ആദ്യം കോൺടാക്ട് ചെയ്യാൻ നോക്കുന്നത് മെന്റലിസ്റ്റ് ആദിയാണ്. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ കാറപകടവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നിർണായക സൂചനകൾ തുടക്കത്തിൽ നമുക്ക് നൽകിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സൈക്കോളജിക്കൽ അനാലിസിസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് മാധ്യമങ്ങളിലോ മറ്റെങ്ങോ വന്നിട്ടുള്ള കാര്യമല്ല, ഏകദേശം 6 വർഷം പുറയിലുള്ളതാണ്. ഇത് ഹൈലി മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ലെറ്റർ തന്നെയാണ്. ആ കാര്യം ബോധ്യപ്പെട്ടപ്പോ തന്നെ ഞാൻ ആദ്യം കോൺടാക്ട് ചെയ്യാൻ നോക്കുന്നത് മെന്റലിസ്റ്റ് ആദിയാണ്. ആദി എന്ന് പറയുന്നത് ബാലഭാസ്കറിന്റെ അടുത്ത ഒരു സുഹൃത്തായിരുന്നു. കേസുമായിട്ട് ബന്ധപ്പെട്ട് ചില പോസ്റ്റുകളൊക്കെ ഇടുന്നതും ഒക്കെ കണ്ടു. അത് മാത്രമല്ല സൈക്കോളജിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് എന്നാണ് എനിക്ക് ആ സമയത്ത് ഫീൽ ചെയ്തത്. അപ്പൊ ഞാനത് അയച്ചു കൊടുത്ത് റീഡായി എന്നല്ലാതെ പ്രത്യേകിച്ച് മറുപടിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടിയില്ല. പിന്നീട് മറ്റു പല സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുകയും കമന്റിലൊക്കെ ഇട്ട് നോക്കുകയൊക്കെ ചെയ്തു. ആരുടെ ഭാഗത്തുനിന്നും ഒരു റെസ്പോൺസും ഇല്ലായിരുന്നു. ലാസ്റ്റ് ആണ് ഫാമിലിയെ കോൺടാക്ട് ചെയ്യുന്നത്. ആ സമയത്ത് കേസിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് ബാലഭാസ്കറിന്റെ കസിൻ സിസ്റ്റർ ആയിട്ടുള്ള പ്രിയ വേണുഗോപാലായിരുന്നു. നമുക്ക് തോന്നിയ സംശയങ്ങളൊക്കെ ഷെയർ ചെയ്തപ്പോൾ ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ റീചെക്ക് ചെയ്യാനും വെരിഫൈ ചെയ്യാനും ഒക്കെ പ്രിയ വേണുഗോപാലാണ് ഒരുപാട് എഫർട്ട് എടുത്ത് മുന്നോട്ട് വന്നത്. വിവരാവകാശ രേഖകൾ അയക്കേണ്ടി വന്നു. അങ്ങനെ പല കാര്യത്തിലും ഒരുപാട് നേരം മെനക്കെട്ട് ഇരുന്നിട്ടുണ്ട്. അതിന്റെ എല്ലാം റിസൾട്ട് കിട്ടി. എന്നാൽ തന്നെ അന്വേഷണ സംഘം അത്ര സീരിയസ് ആയിട്ടൊന്നും ഇത് എടുത്തതുമില്ല. പിന്നീട് CBIക്ക് കൈമാറി. CBI വീണ്ടും CBI രണ്ടാമത്തെ സംഘത്തിന് കൈമാറി. ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് എനിക്ക് തോന്നിയ സംശയങ്ങൾ, തുടക്കത്തിൽ എന്റെ ശ്രദ്ധ ആകർഷിച്ചത് എന്താണ്, പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തപ്പോൾ കിട്ടിയ കാര്യങ്ങൾ എന്താണ്, അതൊക്കെ ഇതിനകത്ത് പറയാം. പല കാര്യങ്ങളും കേസുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ആകുന്നതാണ്, വിറ്റ്നസ്സുകളുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ആവുന്നതാണ്. അത് ഞാൻ ഈ പോസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ബാലഭാസ്കറിനെ രക്ഷിക്കാൻ ആദ്യം ഓടിയെത്തിയ KSRTC ഡ്രൈവർ C അജി, പൊന്നാനി ഡിപ്പോയിലെ ഡ്രൈവർ, അസമയം, വിജനമായ റോഡ്, ബസ്സിലുള്ള യാത്രക്കാർ പോലും നല്ല ഉറക്കം, വെളുപ്പിന് 3:30 കഴിഞ്ഞിട്ടുണ്ടാവും. ആറ്റിങ്ങൽ മുതൽ മുന്നിൽ പോയിക്കൊണ്ടിരുന്ന ഇന്നോവ പള്ളിപ്പുറം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വലതുവശത്തേക്ക് തിരിഞ്ഞുപോയി മരത്തിലിടിക്കുകയായിരുന്നു. അത് അവഗണിച്ചു പോകാൻ അജിക്ക് സാധിക്കുമായിരുന്നില്ല. ഡ്യൂട്ടിയിലാണ് എന്ന് പോലും മറന്ന് ബസ് ഒതുക്കി ഓടി കാറിനടുത്തെത്തി. പുറകെ വന്ന മാരുതി 800 തടഞ്ഞു നിർത്തി. അതിൽ നിന്ന് വീൽ സ്റ്റാൻഡ് വാങ്ങി ചില്ല് തല്ലിപ്പൊട്ടിച്ചാണ് ബാലഭാസ്കറെയും കുടുംബത്തെയും പുറത്തെടുത്തത്. ആദ്യം മോളെയാണ് എടുത്തത്. ഇതിനിടയിൽ ബസ്സിലെ 22 യാത്രക്കാരും കണ്ടക്ടറും അജിക്കൊപ്പം നിന്നു. ആരും മറച്ചു നിൽക്കുന്ന സമയത്തും ഡ്യൂട്ടിയിലാണെന്ന് പോലും മറന്ന അജിയുടെ ഇടപെടലാണ് 2 ജീവനുകളെങ്കിലും രക്ഷിക്കാനായത്. കാറിൽ നിന്നിറങ്ങി പോലീസിൽ അറിയിച്ച് എല്ലാവരെയും ആംബുലൻസിൽ കയറ്റിവിട്ട് ചോരപുരണ്ട യൂണിഫോമുമായി അജി വീണ്ടും ഡ്യൂട്ടി തുടങ്ങി. 22 യാത്രക്കാരുമായി. ഇതിലെ ഓരോ സെന്റൻസിന്റെ ലാസ്റ്റ് നോക്കുക. കുത്ത് 3 ഡോട്ട് അല്ലെങ്കിൽ 4 ഡോട്ട് അല്ലെങ്കിൽ 5 ഡോട്ട് 6 ഡോട്ട് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഡോട്ടുകൾ ഒരു സെന്റൻസിൽ ഇടുന്നതെന്ന് പറയുന്നത് എലിപ്സിസ് എന്നാണ് പറയുന്നത്. ഒരു സെന്റൻസ് അപൂർണമായിട്ട് നിർത്തിയിട്ട് ബാക്കി കാര്യം വായിക്കുന്ന ആൾ ഇമാജിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാറുള്ളതാണ്. കൊടുക്കുന്നതെന്ന് പറയുന്നത് നല്ല ഒരു ഉദ്ദേശത്തിൽ വേണമെങ്കിൽ കൊടുക്കാം, മാനിപ്പുലേറ്റിംഗ് ആയിട്ടും കൊടുക്കാം. ഇല്ലാത്ത ഒരു വികാരം ആൾക്കാരുടെ മനസ്സിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വിധത്തിൽ വേണമെന്നുണ്ടെങ്കിലും ഈ എലിപ്സിസ് യൂസ് ചെയ്യാറുണ്ട്. പ്രോബ്ലം എന്ന് പറയുന്നത് അവിടെയല്ല. നമ്മൾ ഒരു പാരഗ്രാഫ് എഴുതുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഒരു സെന്റൻസിലോ അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു സെന്റൻസിലോ ഇടയ്ക്ക് ഒരു സെന്റൻസിലോ വല്ലപ്പോഴും ഒക്കെ എലിപ്സിസ് വന്നു പോയാൽ കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു പോസ്റ്റിൽ എല്ലാ സെന്റൻസിലും എലിപ്സിസ് വന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് എഴുതിയതാകാൻ വളരെയധികം സാധ്യതയുള്ള ഒരു പോസ്റ്റ് ആണിത്. അതുകൊണ്ടിട്ടാണ് പെട്ടെന്ന് അതിനകത്തോട്ട് നമ്മുടെ ശ്രദ്ധ പോയെന്ന് പറയുന്നത്. പോസ്റ്റ് ഇട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ ഇഷ്ടം പോലെ പോസിറ്റീവ് കമന്റ്സ് ചറപറ വരികയും അദ്ദേഹത്തിനെ വലിയൊരു വീരനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എല്ലാവരും മനസ്സുകൊണ്ടിട്ട് അങ്ങ് ഉള്ളിൽ പതിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് ഇട്ടവരുടെ ഉദ്ദേശവും അത് തന്നെ ആയിരിക്കാം. ഇത് നമുക്ക് ആദ്യഘട്ടത്തിൽ അത്രയും മാത്രമേ തോന്നുന്നുള്ളൂ. അതിനുശേഷമാണ് ഡീപ്പായിട്ട് ലെറ്ററിന്റെ ഉള്ളിലേക്ക് നമ്മൾ ചെല്ലുന്നത്. ആദ്യത്തെ റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത് ഓവർ യൂസ് ഓഫ് എലിപ്സിസ് തന്നെയാണ്. അവ്യക്തതയെ ജനങ്ങൾ ഫില്ല് ചെയ്തോട്ടെ എന്ന ഉദ്ദേശത്തിലാണ് എഴുതുന്നത്. ഇവിടെ പല സെന്റൻസുകളും നോക്കുക. അസമയം ഡോട്ട് ഡോട്ട് ഡോട്ട്, വിജനമായ റോഡ് ഡോട്ട് ഡോട്ട് ഡോട്ട്, ചോര പുരണ്ട യൂണിഫോമുമായി ഡോട്ട് ഡോട്ട് ഡോട്ട്. ഇതെല്ലാം പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പിക്ചർ കയറി വരുന്നില്ലേ? അമിതമായിട്ട് നാടകവൽക്കരിച്ച പല സെന്റൻസുകളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് പ്രേക്ഷകന്റെ ശ്രദ്ധയെ ഈ ഒരു വ്യക്തിയിലേക്ക് കൂടുതൽ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ, ഡ്യൂട്ടിയിലാണെന്ന് പോലും മറന്ന് ബസ് ഒതുക്കി. അദ്ദേഹത്തിന്റെ എന്തൊക്കെയോ കാര്യങ്ങൾ ത്യജിച്ചിട്ടാണ് ഇതിന് വന്നത് എന്നുള്ള വിധത്തിൽ പറയുമ്പോഴത്തേന് ആൾക്കാരുടെ മനസ്സിലേക്ക് ഒരു പ്രത്യേക സ്ഥാനമാണ് ഈ വ്യക്തിക്ക് കിട്ടുന്നതെന്ന് പറയുന്നത്. അതിന്റെ കൂട്ടത്തിൽ 3 ഡോട്ട് വിട്ടിട്ടുണ്ട്. നമ്മൾ ഫില്ല് ചെയ്തോളാനാണ് ബാക്കിയുള്ള ഫീലിങ്സ്.
അപ്പൊ ആ ഒരു കാര്യം ആ ഒരു രീതിയിൽ അവിടെ അവതരിപ്പിച്ചേക്കുന്നത് റെഡ് ഫ്ലാഗ് തന്നെയാണ്. വളരെ കാവ്യാത്മകമായിട്ട് ഒരു സീനൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരക്കഥയിലും കഥകളിലും ഒക്കെ ഉപയോഗിക്കുന്ന വിധത്തിലുള്ള സെന്റൻസുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് റെഡ് ഫ്ലാഗ് തന്നെ ആയിട്ടാണ് കണക്കാക്കുന്നത്. വെളുപ്പിന് 3:30 കഴിഞ്ഞിട്ടുണ്ടാകും ഡോട്ട് 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 മാരുതി 800 തടഞ്ഞു നിർത്തി ഡോട്ട് ഡോട്ട് ഡോട്ട്. ഇതേപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ ആ സീൻ ഇങ്ങ് കടന്നു വരുവാണ്. വെളുപ്പിന് 3:30 കഴിഞ്ഞിട്ടുണ്ടാകും, അത് ഇരുട്ട് സമയമാണ്. ആ സമയത്ത് ഒരു മാരുതി 800 തടഞ്ഞു നിർത്തി. വളരെ കീ പോയിന്റ്സ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. 3:30 എന്ന് പറയുന്ന ഒരു സമയവും 800 കാറിന്റെ കാര്യവും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ പിന്നീട് റീചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റീചെക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് പറയാം. ഡ്യൂട്ടിയിലാണെന്ന് പോലും മറന്ന് ചോര പുരണ്ട യൂണിഫോമുമായി അജി വീണ്ടും ഡ്യൂട്ടി തുടങ്ങി. എല്ലാം വളരെ നാടകീയമായിട്ടുള്ള സെന്റൻസുകളാണ് പറഞ്ഞേക്കുന്നത്. ഈ ഒരു കാര്യം അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട എല്ലാവർക്കും വന്നിട്ടുണ്ടായിരിക്കും. ഹാലോ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരു പിക്ചർ ആൾക്കാരുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ഇതുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചർച്ച വന്നു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടറിന്റെ പവർ കാരണം അതൊന്നും വിശ്വസിക്കണമെന്നില്ല. പകുതി ആൾക്കാർ അതിനെയൊക്കെ ഇഗ്നോർ ചെയ്യും. അവിടെ രക്ഷാപ്രവർത്തനത്തിലുണ്ടായിരുന്ന മറ്റെല്ലാ വ്യക്തികളുടെയും എഫർട്ടിനെ ഇഗ്നോർ ചെയ്തുകൊണ്ടിട്ടാണ് ഈ പോസ്റ്റ് പോയേക്കുന്നത്. ആരും അറച്ചു നിൽക്കുന്ന സമയത്തും അജിയുടെ ഇടപെടൽ, മറ്റവിടെ നിന്ന് എല്ലാവരും അറച്ചു നിൽക്കുകയായിരുന്നു. അജിയാണ് അതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് ആദ്യം വന്നത്. അഥവാ അജി ഇടപെട്ടില്ലായിരുന്നു എങ്കിൽ ഇവരിവിടെ തന്നെ കിടന്നേനെ, രക്ഷപ്പെടത്തൊന്നും ഇല്ലായിരുന്നു. ഇതെല്ലാം ആ ഒരു സെന്റൻസിൽ പറഞ്ഞു വരുന്നു. അതിന്റെ കൂട്ടത്തിൽ എലിപ്സിലൂടെ യൂസ് ചെയ്യുമ്പോഴത്തേന് വായിക്കുന്നവരുടെ മനസ്സിലോട്ട് അങ്ങനെ ഒരു കാര്യം ഇൻജെക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അജി എന്ന് പറയുന്ന വ്യക്തി അവിടെ മെയിൻ വിറ്റ്നസ് ആയിട്ട് മാറുകയും ബാക്കിയുള്ള ആർക്കും അവിടെ റോൾ ഇല്ലാതാവുകയും ചെയ്യും. അപ്പൊ ഇദ്ദേഹം പറയുന്ന മൊഴി എന്താണോ അതിനാണ് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെ ആയിരുന്നു കുറെ കാലം ഒരു മെയിൻ സാക്ഷി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പലതും ചെക്ക് ചെയ്ത് വന്നപ്പോഴത്തേന് സാക്ഷി പട്ടികയിൽ നിന്ന് പതുക്കെ മാറുകയും തിരിച്ചു വരികയും ഒക്കെ ചെയ്യുകയുണ്ടായിരുന്നു. ആരെ രക്ഷിച്ചു, ആ രക്ഷപ്പെട്ടവരുടെ അവസ്ഥ എന്തുവാണ്, അപകടം എങ്ങനെ ഉണ്ടായി, ഇതുപോലുള്ള കാര്യങ്ങളൊന്നും പോസ്റ്റിൽ എങ്ങും പറയുന്നതേ ഇല്ല. ഈ പോസ്റ്റിലെ ഏറ്റവും വലിയ റെഡ് ഫ്ലാഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പറാണ്. 22 യാത്രക്കാരുടെ ഒരു കണക്ക് പറയുന്നുണ്ട്. പോസ്റ്റിൽ രണ്ടെടുത്ത് നോക്കിക്കോണേ. ഇതിനിടയിൽ ബസ്സിലെ 22 യാത്രക്കാരും കണ്ടക്ടറും അജിക്കൊപ്പം നിന്നു. അജി വീണ്ടും ഡ്യൂട്ടി തുടങ്ങി 22 യാത്രക്കാരുമായിട്ട്. ഇതിന് ഫാൾസ് പ്രിസിഷൻ എന്ന് പറയും. ഒരു നമ്പർ പോസ്റ്റിൽ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വിശ്വാസ്യത കൂടുതൽ തോന്നും. ഇത് സാധാരണക്കാർക്ക് പെട്ടെന്ന് കയറി വെരിഫൈ ചെയ്യാനും പറ്റത്തില്ല. നമ്മളെങ്ങനെ വെരിഫൈ ചെയ്ത് ആൾക്കാരുടെ അടുത്ത് ചോദിക്കാൻ പറ്റുമോ, നിങ്ങൾ ഇത്രയും പേര് ഇതിനകത്ത് യാത്ര ചെയ്തായിരുന്നു, അല്ലെങ്കിൽ കണ്ടക്ടറിന്റെ അടുത്ത് ചോദിക്കാൻ പറ്റുമോ? ഇല്ല, പെട്ടെന്ന് വെരിഫൈ ചെയ്യാൻ പറ്റത്തില്ല. വായിച്ചു വിടുന്നവർ ഇതങ്ങ് വിട്ടു പോകത്തതേ ഉള്ളൂ. ഈ 22 എന്നുള്ളത് 10-20 പേരുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നെങ്കിൽ ഓക്കെയാണ്. രാത്രി ഈ സമയത്ത് ആൾക്കാർ എണ്ണി ഇറക്കുകയും കയറ്റുകയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബുക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന വെഹിക്കിളാണോ എന്നുള്ളത് നോക്കി ബുക്ക് ചെയ്ത് പോകാൻ പറ്റുമായിരുന്നു. അതിനകത്ത് 5 പേരൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവർ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കയറിയതാണ്. അതിനുള്ള കൃത്യമായിട്ടുള്ള കണക്ക് KSRTCയുടെ കയ്യിലോ ഒന്നുമില്ല. ഈ യാത്രക്കാരെ കുറിച്ചിട്ടുള്ള കണക്ക് ഈ കണ്ടക്ടറോ ഡ്രൈവറോ ഒന്നും സൂക്ഷിക്കാറില്ല. അതിന് മുമ്പത്തെ ദിവസവും അതിന് പിന്നിലുള്ള ദിവസവും ഒന്നും ഇവർക്ക് അറിഞ്ഞൂടാ. അന്നത്തെ ദിവസത്തിലും വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല. അത് വിവരാവകാശം വഴിയിട്ടൊക്കെ ആ സമയത്ത് അന്വേഷിച്ചറിഞ്ഞായിരുന്നു. ഇങ്ങനെ ഒരു നമ്പർ കൃത്യമായിട്ട് കൊടുക്കുമ്പോൾ ഈ പോസ്റ്റ് എന്ന് പറയുന്നത് ആൾക്കാരുടെ മനസ്സിൽ അങ്ങ് ക്ലിക്കാവുകയാണ്. ഇതിന് കൂടുതലായിട്ടൊന്നും ചർച്ച ചെയ്യാനില്ല. വളരെ കറക്റ്റ് ആണ്. ഈ ഒരു കാര്യമാണ് മനസ്സിൽ കയറുന്നതെന്ന് പറയുന്നത്. എന്തായാലും ആ ഒരു കാര്യം കണ്ടപ്പോൾ, അത് മാത്രമല്ല ഈ 22 യാത്രക്കാരുടെ കണക്ക് ഇവിടെ പറയേണ്ട പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അത്രയും പേരെ സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തേക്കുവാണ്. അതായത് ഈ കാര്യങ്ങളെല്ലാം ഈ 22 പേരും കണ്ടു. ഇതിനകത്തിന് കൂടുതലൊന്നും ചോദ്യം ചെയ്യാനില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോയേക്കുന്നതെന്ന് പറയുന്നത്. ആൾക്കാരെ എന്തായാലും നന്നായിട്ട് വഞ്ചിക്കുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു. അതെല്ലാവരും വിശ്വസിച്ചു. ഏകദേശം 10-10,000-ഓളം ഷെയറും കാര്യങ്ങളും എല്ലാം കിട്ടി. ഒരുവിധം എല്ലാ ചാനലുകളും ഇതൊരു ന്യൂസായിട്ടെടുത്തു, വാർത്ത കൊടുത്തു. ഇതെല്ലാം ചെയ്ത് പോയി. അവിടെ അജി എന്ന് പറയുന്ന വ്യക്തി ഒരു ഹീറോ ആയിട്ട് മാറുകയും പിന്നീട് അദ്ദേഹത്തിന്റെ വിശ്വാസ്യത പിന്നീട് ഒരു സമയത്ത് ചോദ്യം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തു. ഈ ഫാൾസ് പ്രിസിഷൻ ഒരിടത്തൂടെ വന്നിട്ടുണ്ട്. ആ സമയമാണ് വെളുപ്പിന് 3:30 കഴിഞ്ഞിട്ടുണ്ടാകും. ആറ്റിങ്ങൽ മുതൽ മുന്നിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇന്നോവ പള്ളിപ്പുറം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വലതുവശത്തേക്ക് തിരിഞ്ഞ് പോയി മരത്തിലിടിക്കുകയായിരുന്നു. ഈ ഒരു സെന്റൻസ് എന്ന് പറയുന്നത് ഭയങ്കര പ്രോബ്ലം ആണ്. കാരണം ആറ്റിങ്ങല് അജി എത്തിയിരിക്കുന്നത് 3:40-നാണ്. ഈ അപകടം നടക്കുന്നത് പള്ളിപ്പുറത്ത് 3:30-നാണ്. ആറ്റിങ്ങലും പള്ളിപ്പുറവും തമ്മിലുള്ള ദൂരം ഏകദേശം 12 കിലോമീറ്ററിന് മേളിലുണ്ട്. 20-25 മിനിറ്റെങ്കിലും ഒക്കെ ചിലപ്പോൾ ഓടേണ്ടതായിട്ട് വരും KSRTCക്ക്. പിന്നെ ആറ്റിങ്ങൽ മുതൽ ഇന്നോവയുടെ പുറകെ ഈ ബസ് വെക്കൊണ്ടിരിക്കുവാണെന്നാണ് പോസ്റ്റിൽ പറഞ്ഞു വയ്ക്കുന്നത്. അതെങ്ങനെ ശരിയാവും? പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 90 കിലോമീറ്ററിന് മേളിലാണ് ഇന്നോവ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. KSRTC ബസ്സിന് ആ ഒരു സ്പീഡിൽ ഓടാനും പറ്റത്തില്ല. അത് മാത്രമല്ല 3:30-ന് അപകടം നടന്നു എന്നുള്ളത് കൺഫേം ആണ്. ഒന്നിലധികം പേരുടെ മൊഴിയുണ്ട്.
ആ സമയത്ത് ആറ്റിങ്ങൽ നിൽക്കുന്ന ആള് 3:40 ആറ്റിങ്ങൽ നിൽക്കുന്ന ആള് അപ്പൊ അവിടുന്ന് വണ്ടി എടുത്താൽ പോലും 3:50 അല്ലെങ്കിൽ 55 അല്ലേ അങ്ങ് എത്താനായിട്ട് പറ്റത്തുള്ളൂ. എവിടാണ്? പള്ളിപ്പുറത്ത്. അപ്പൊ എങ്ങനെയാണ് ഈ ലൈവായിട്ട് അപകടം കാണുന്നത്? അജിയുടെ മൊഴി പറഞ്ഞേക്കുന്ന മുന്നിൽ വാഹനം പൊയ്ക്കൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് റോഡിയും തെന്നി മാറിപ്പോയി മരത്തിലിടിക്കുന്നു, പുക അവിടെ നിന്നു. ഇത് ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുവാണ്. എങ്ങനെ ലൈവായിട്ട് കാണും? ഇത്രയും പുറയില്, അതായത് ഏകദേശം ഒരു 12 കിലോമീറ്റർ പുറകെ നിൽക്കുന്ന ആൾക്ക് ഈ ലൈവായിട്ട് എങ്ങനെ കാണാനായിട്ട് പറ്റും? ആ കാര്യത്തിൽ ഇതേവരെ വെരിഫൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അത് അന്വേഷിക്കേണ്ടതായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ അപകടം നടന്നതിന് ശേഷം ഒരു സമയത്ത് ഈ KSRTC ബസ്സും അജിയും ഒക്കെ അവിടെ എത്തിപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഈ പറഞ്ഞ രക്ഷാപ്രവർത്തനത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരിക്കാം. അതിനകത്ത് ഈ പറഞ്ഞ ബസ്സിലെ യാത്രക്കാരും ഒക്കെ ചേർന്നിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം ഓക്കെയാണ്. അപകടം ലൈവായിട്ട് കണ്ടു എന്ന് പറയുന്ന പാർട്ട് മാത്രമാണ് അവിടെ നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ളത്. 22 യാത്രക്കാരുണ്ടെന്ന് പറഞ്ഞതിൽ ആകെ 2 പേരുടെ മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ 2 പേരുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയതും CBI രേഖപ്പെടുത്തിയതും ഒക്കെ തമ്മിൽ വ്യത്യാസങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പോസ്റ്റിൽ ചർച്ച ചെയ്യാവുന്നതാണ്. അങ്ങനെ ഈ കേസിൽ പല കാര്യങ്ങളിലും നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് കിടപ്പുണ്ട്. ഈ പോസ്റ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളായിരുന്നു. ഇങ്ങനെ ഒരു വ്യക്തിയെ ഒരു ഹീറോയിസം ഒക്കെ കൊടുത്ത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക. ആ അവതരിപ്പിക്കുന്ന വ്യക്തിയായിരിക്കും പിന്നീട് വിറ്റ്നസ് ആയിട്ട് വരുന്നത്. ആ വിറ്റ്നസ് എന്ത് പറയുന്നോ അത് ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വരും. അത് തന്നെയാണ് ആദ്യം നടന്നത്. അദ്ദേഹമാണ് പറഞ്ഞത് ബാലഭാസ്കർ ആണ് വണ്ടി ഓട്ടിച്ചത്, വണ്ടിയിൽ നിന്ന് എടുത്ത് 100% ഉറപ്പാണെന്നൊക്കെ പറഞ്ഞു. ആ ഒരു കാര്യം മാത്രം കാരണം ഏകദേശം 1 വർഷത്തോളം ഈ കേസ് വൈകിപ്പോയി. ആരാണ് വണ്ടി ഓട്ടിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തി, പല പരീക്ഷണങ്ങളൊക്കെ നടത്തിയത് കാരണം ഒത്തിരി നാൾ ഈ കേസ് വൈകിപ്പോയി. വാഹനത്തിൽ നിന്ന് എടുത്ത് ആശുപത്രിയിൽ എത്തിച്ച ആൾക്കാർ പറഞ്ഞ മൊഴി കൺസിഡർ ചെയ്യാതെ അജി എന്ന് പറയുന്ന KSRTC ഡ്രൈവറിന്റെ മൊഴിയാണ് അവിടെ ഏറ്റവും പോലീസ് വിശ്വാസയോഗ്യമായിട്ട് എടുത്തിട്ട് മുന്നോട്ട് പോയത് കൊണ്ടിട്ട് ഇത്രയും ഡിലേ ഉണ്ടായത് കാരണം ഒരുപാട് തെളിവുകളോ കാര്യങ്ങളോ ഒക്കെ നശിച്ചു പോയിട്ടുണ്ടായിരിക്കാം. എന്തായാലും പോസ്റ്റിന്റെ ഉദ്ദേശം വളരെ ക്ലിയർ ആയിട്ട് നടന്നു. അങ്ങനെ ഒരു വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ വ്യക്തിയെ ജനങ്ങളും പോലീസും എല്ലാവരും വിശ്വസിച്ചു. ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനിയും പല പോസ്റ്റുകളും അതേപോലെ മൊഴികളും ഒക്കെ അനലൈസ് ചെയ്യാനായിട്ടുണ്ട്. പല ഘട്ടത്തിലായിട്ട് നമുക്കത് ചെയ്യാം. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.